എസ്രായെ നാം 7-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ വിവരണം നൽകുന്ന ഒരു ശാസ്ത്രിയായിട്ടല്ല. 7-ാം അധ്യായം മുതൽ ഇസ്രയേലിൻ്റെ പുനർജീവനിൽ അല്ലെങ്കിൽ അതിൻ്റെ പുതുക്കത്തിനു വേണ്ടി നേരിട്ട് ഉപയോഗപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അങ്ങനെ പറയാൻ കാരണം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ അദ്ദേഹം 1-ാമത്തെ നവോത്ഥാനം വർണ്ണിക്കുമ്പോൾ അത് താൻ മനസ്സിലാക്കിയതും ഒരുപക്ഷെ കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് താൻ വർണ്ണിക്കുന്നത്. ഇറ്റ് ഈസ് എ നറേഷൻ ഓഫ് ദ ഫസ്റ്റ് അവേക്കനിങ്. എന്നാൽ 7-ാമത്തെ അധ്യായത്തിൽ താൻ അതിൻ്റെ ഒരു ഭാഗമാകുകയാണ്. അദ്ദേഹം ഈ നവോത്ഥാനത്തിന് പുതുക്കത്തിന് നേതൃത്വം കൊടുക്കാൻ ദൈവം ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഭാഗം മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമുക്ക് പ്രത്യേകമായി എടുത്ത് കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളത് നമുക്ക് ദൈവവചന പഠനത്തിൽ വളരെയധികം സഹായിക്കും. ഫസ്റ്റ് അവേക്കനിങ് ആണ് നാം ഇതുവരെ പഠിച്ചത്. ഈ ഉണർവുകൾ വന്ന് പോയി കഴിയുമ്പോൾ വീണ്ടും തണുത്തു പോകുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുമല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗത്തിൽ വീണ്ടും പുതുക്കത്തിനായി ദൈവം ആളുകളെ എഴുന്നേൽപ്പിക്കുന്നു. ആദ്യമായി നാം കാണുന്നത് 2-ാമത്തെ അധ്യായത്തിൻ്റെ 70-ാമത്തെ വാക്യത്തിൽ ഒരു സമൂഹം മടങ്ങി യെരുശലേമിൽ വന്ന് ചേർന്ന് അവരുടെ സ്വന്തം പട്ടണങ്ങളിൽ പാർക്കുന്നതായിട്ടാണ്. ഈ നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പുതുക്കത്തിൻ്റെ 1-ാമത്തെ അനുഭവമാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയുണ്ടോ അതിലേക്ക് മടങ്ങി വന്ന് നഷ്ടപ്പെട്ടത് വീണ്ടും അവകാശമാക്കുക. അതായത് റീക്ലെയിമിങ് വാട്ട് ഈസ് ലോസ്റ്റ്. അത് ആത്മീക ഉണർവിൻ്റെ വലിയൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് ആത്മീക ഉണർവിന് വേണ്ടി പഠിക്കാൻ താല്പര്യപ്പെടുന്നവർ 1 ശമൂവേൽ 30-ാമത്തെ അധ്യായം നാം പഠിക്കണം. ദാവീദിന് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ചും അത് നിമിത്തം താൻ വിലപിക്കുന്നതുമൊക്കെ 1 ശമൂവേൽ 30-ന്റെ ആദ്യ വാക്യങ്ങളിൽ സിക്ലാഗിൽ തനിക്കുള്ളതെല്ലാം തീ വെച്ച് ചുട്ടരിച്ച് എല്ലാം ശത്രുക്കൾ നശിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭാര്യമാരെ പിടിച്ചുകൊണ്ടൊക്കെ പോകും. എന്നാൽ പിന്നീട് നാം വായിക്കുമ്പോൾ ദാവീദ് അതെല്ലാം പോയി വീണ്ടുകൊണ്ടു, തനിക്കുള്ളതെല്ലാം വീണ്ടുകൊണ്ടു. തനിക്കുള്ളതെല്ലാം, അതാണ് ഒരു ഉണർവിൻ്റെ അനുഭവം. വാട്ട് എവർ വി ലോസ്റ്റ് ടു റീക്ലെയിം ഇറ്റ്, അത് തിരിച്ചെടുക്കുക. നഷ്ടപ്പെട്ടതൊക്കെയും നമുക്ക് ലഭ്യമായി തീരുക. ഇത് വ്യക്തിപരമായി നമുക്കുണ്ടാകണം, സമൂഹമായി നമുക്കുണ്ടാകണം, സംഘടനയായിട്ടുണ്ടാകണം. ഒരാത്മീക ഉണർവ് നമുക്ക് ആവശ്യമാണ്. അതാണ് നമ്മൾ എൻ്റെ ആദ്യ ഭാഗം നാം മനസ്സിലാക്കിയത്. എങ്ങനെ ഇത് നടന്നു എന്നുള്ളതിന് ഒരു വലിയ തെളിവ് നമുക്കതിനകത്ത് കാണാൻ കഴിയും. ദൈവം മനസ്സിനെ ഉണർത്തിച്ചു. രാജാവിനെയാണ് ആദ്യം ഉണർത്തിച്ചതായി കാണുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കണം, ആത്മീക ഉണർവ് മനുഷ്യൻ്റെ പദ്ധതിയേ അല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പാഴ്സി രാജാവായ കോരേസിൻ്റെ മനസ്സിനെ ഉണർത്തിച്ചു. ഗോഡ് സ്റ്റാർട്ടഡ് ഇറ്റ്. അപ്പോൾ നഷ്ടപ്പെട്ടത് തിരിച്ച് ലഭ്യമാക്കുന്നതാണ്, നമുക്ക് തിരിച്ചെടുക്കുന്നതാണ് ആത്മീക ഉണർവ്. എന്നാൽ അത് ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. മനുഷ്യനിൽ നിന്ന് ഒരു ഉണർവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് മനുഷ്യരെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ യഥാർത്ഥമായിട്ടുള്ള ആത്മീക ഉണർവല്ല. അത് ഒരു പക്ഷേ നമുക്ക് ചില ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെങ്കിൽ ദൈവം ആരംഭിച്ചെങ്കിൽ മാത്രമേ അത് നന്നായി പര്യവസാനിക്കത്തുള്ളൂ. അതുകൊണ്ട് കോരേസിൻ്റെ മനസ്സിനെ ദൈവം ഉണർത്തി. അവിടെ ശ്രദ്ധേയമായ രണ്ടാമത്തെ കാര്യം, ദൈവം ആളുകളെ ഉണർത്തിയെന്ന് മാത്രമല്ല, തക്കതായ നേതൃത്വത്തെ എഴുന്നേൽപ്പിച്ചു. എല്ലാ കാലത്തും ആത്മീക ഉണർവുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയിൽ ചിലരെ നേതൃത്വത്തിനായി ഉപയോഗിക്കും. എല്ലാവരും കേൾക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു ഭാഗമാണ് വെയിൽസിലുണ്ടായ ആത്മീക ഉണർവ്. വളരെ ശ്രദ്ധേയമായ ഉണർവാണ്. ആ ഉണർവുണ്ടാക്കിയ പുതുക്കം വളരെ വിപ്ലവകരമായ പുതുക്കമായിരുന്നു. എന്നാൽ അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചത് ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്നൊരു മനുഷ്യനെയാണ്. അപ്പോൾ എക്കാലത്തും ദൈവം ആത്മീയ ഉണർവിന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുന്നു. ഈ വാക്കുകൾ പറയുമ്പോൾ ഉള്ളത്തിൽ പ്രാർത്ഥിക്കണം, ദൈവമേ, ഈ കാലഘട്ടത്തിൽ, ഈ കഷ്ടകാലത്ത് നീ ഒരുവനെ എഴുന്നേൽപ്പിക്കണമേ. നാം ഇപ്പോൾ ദൈവരാജ്യ പ്രവർത്തനത്തിൽ നേരിടുന്ന വലിയ പ്രതിസന്ധി
പ്രിയപ്പെട്ട ടോണി സഹോദരൻ നമ്മോട് പങ്കിട്ടു. എന്നാൽ അതുപോലെ തന്നെ ദൈവസഭയുടെ ഉള്ളിലുള്ള തളർച്ച നമ്മുടെ ഹൃദയത്തെ അധികം ഭാരപ്പെടുത്തണം. ദൈവസഭയുടെ ദൈവമക്കളുടെ ഇടയിൽ, വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിലുള്ള ആത്മീകമായിട്ടുള്ള തളർച്ച അത് വലിയൊരു ഭാരമാണ്. അപ്പോൾ ഇതിനു വേണ്ടി ദൈവം ഒരു മനുഷ്യനെ ഉണർത്തണം. ദൈവം അങ്ങനെ ലീഡർഷിപ്പിനെ എഴുന്നേൽപ്പിക്കുമ്പോൾ ദൈവം അനേക ഹൃദയങ്ങളിൽ അതിനോട് ചേർന്ന് നിൽക്കാനായി എഴുന്നേൽപ്പിക്കും. 1-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവം ഉണർത്തിയ ഏവനും, വീണ്ടും ശ്രദ്ധിക്കുക, ദൈവം ഉണർത്തിയ ഏവനും. അങ്ങനെ 50,000-ഓളം പേർ മടങ്ങി വന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയല്ലയോ. അതോടൊപ്പം തന്നെ ഈ ദൈവാലയം പണിയാനുള്ളത് ദൈവം തന്നെ ആരംഭിച്ചു. രാജാവ് വേണ്ടുന്നതൊക്കെ നൽകുവാനായി 1-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വളരെ എന്നെ ആകർഷിച്ച ഒരു കാര്യം, ചുറ്റും പാർത്തവർ. അപ്പോൾ ദൈവം ഒരു ദേശത്തെ ഉണർത്തുമ്പോൾ ഈ വിശ്വാസ സമൂഹത്തിൽ ഉൾപ്പെടാത്തവർ പോലും അവർ മനസ്സോടെയാണോ മനസ്സുകൂടാതെയാണോ അനേകർ ഇതിനകത്ത് പങ്കുചേരുകയാണ്. ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി നടക്കുമ്പോൾ ജനങ്ങൾ വന്നു ചേരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ചുറ്റും പാർത്തവർ അതിൽ പങ്കാളികളായി തീർന്നു. അതുമാത്രമല്ല, ദൈവജനം അതിനുവേണ്ടി ധാരാളമായി കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ മടങ്ങി വന്ന ജനം 3-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് അവരാത്മാവിൽ ആരാധിക്കുന്നവരായി കാണും. ഉണർവിൻ്റെ ഒരു വലിയ തെളിവാണ് ആത്മാവിലുള്ള ആരാധന. 3-ാമത്തെ അധ്യായം നാം വളരെ ദീർഘമായി പഠിക്കുകയുണ്ടായി. വർഷിപ്പിംഗ് ദ ലോർഡ് ഇൻ ദ സ്പിരിറ്റ്. അവരുടെ ആരാധന, അവരുടെ യാഗം, ഹോമയാഗം എത്ര മനോഹരമായിരുന്നു എന്ന് കാണാൻ കഴിയും. എന്നാൽ അതോടൊപ്പം 4-ാമത്തെ അധ്യായത്തിലും 5-ാമത്തെ അധ്യായത്തിലും എതിർപ്പുകളെ നേരിടും. ഉണർവുണ്ടാകുമ്പോൾ കാര്യങ്ങൾ വളരെ സുഗമമാകുകയല്ല, ഉണർവുണ്ടാകുമ്പോൾ തടസ്സങ്ങൾ വർദ്ധിക്കും. ഈ ഉണർവിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവരെല്ലാം ആത്മീക ഉണർവ് എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ഓപ്പസിഷൻ വർദ്ധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ശത്രുവിൻ്റെ പദ്ധതിയാണ്. ഉണർത്തപ്പെടാതെ കിടക്കുമ്പോൾ ഒരുപക്ഷേ ശത്രു അധികം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. എന്നാൽ ഉണർത്തപ്പെട്ട സമൂഹത്തിനെതിരായി ശത്രു പ്രവർത്തിക്കും. എന്നാൽ ദൈവം അതിന് മീതെ പ്രവർത്തിച്ചു. 6-ാമത്തെ അധ്യായം വരുമ്പോൾ അവിടെയാണ് നാം പഠിച്ച് അവസാനിപ്പിച്ചത്. ദൈവത്തിൻ്റെ ജനം ദൈവാലയം പണി തീർത്തു. ദൈവത്തിൻ്റെ ഒരു പ്രോമിസോടുകൂടിയാണ് ഈ ആലയത്തിൻ്റെ മഹത്വം മുമ്പിലത്തേതിനും വലുതായിരിക്കും. അതുകൊണ്ട് എസ്രാ പുരോഹിതൻ, എസ്രാ ശാസ്ത്രി 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ 1-ാമത്തെ ആത്മീക ഉണർവിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു വർണ്ണന ഈസ് ഡിസ്ക്രൈബിങ്, ഒരു വലിയ ഡിസ്ക്രിപ്ഷൻ അദ്ദേഹം ഒരു നറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അത് നൽകുകയാണ്. 2-ാമത് ഒരു ഉദ്ധാരണം അല്ലെങ്കിൽ അവർക്കൊരു പുതുക്കം നടക്കുന്നതാണ് എസ്രായുടെ നേതൃത്വത്തിൽ. അതാണ് 7 മുതൽ 10 വരെയുള്ള അധ്യായത്തിൽ സെക്കൻഡ് അവേക്കനിങ്. വീണ്ടും ഒരു ഉണർവിൻ്റെ അനുഭവം ഉണ്ടാകും. ആ ഭാഗം പഠിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. അതായത് ദൈവജനത്തിന് ആത്മീയ ഉണർവ് ഉണ്ടാകുന്നെങ്കിലും അതിവേഗം തണുത്തു പോകുന്ന ഒരു അനുഭവമാണ്. താമസിയാതെ തണുത്തു പോകും. എസ്രാ വരുന്ന സമയത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഏകദേശം 1-ാമത്തെ കൂട്ടം മടങ്ങി വന്നതിന് ശേഷം 80 വർഷക്കാലം കഴിഞ്ഞിട്ടാണ്, 80 years. ഈ 80 വർഷത്തിൽ നാം മനസ്സിലാക്കി ആദ്യത്തെ 16 വർഷക്കാലം ദൈവാലയത്തിൻ്റെ പണിയൊന്നും നടന്നില്ല. വന്ന് ആരാധനയൊക്കെ തുടങ്ങിയെങ്കിലും ദൈവാലയത്തിൻ്റെ പണി തുടങ്ങിയില്ല. എന്നാൽ പിന്നീട് 16 വർഷത്തിന് ശേഷം ദൈവാലയത്തിൻ്റെ പണി തുടങ്ങി. അങ്ങനെ പണി അവസാനിപ്പിച്ചു. അതിന് പണിതതിന് ശേഷം ഏകദേശം 60 വർഷത്തിന് ശേഷമാണ് എസ്രാ പുരോഹിതൻ ഒരു കൂട്ടവുമായി തിരിച്ച് യെരുശലേമിലേക്ക് വരുന്നതായി കാണുന്നു. അപ്പോൾ ഏകദേശം 2 ജനറേഷൻ, 2 തലമുറ കടന്നുപോയി. ഈ 2 തലമുറയുടെ നടുവിൽ ഒരു സെരുബാബേലിനെ പോലെ ഒരു വ്യക്തിയെ കാണാനില്ല. പ്രവാചകനായിരുന്ന ഹഗ്ഗായി, സക്കറിയ എന്ന് പറയുന്ന പ്രവാചകന്മാരെ പോലെ വലിയ ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ല. അങ്ങനെ ഒരു അഭാവം വന്നു കഴിഞ്ഞപ്പോൾ ദൈവജനം ആത്മീകമായി വീണ്ടും ക്ഷീണിച്ചു.
ഇത് നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ അറിയാം, ഒരു കാലത്ത് പെട്ടെന്നൊരു ദേശത്ത് ഉണർവുണ്ടാകും. പലപ്പോഴും ദൈവരാജ്യ പ്രവർത്തനത്തിന് വേണ്ടി പോകുമ്പോൾ ചില ദേശത്തൂടെ സന്ദർശിക്കുമ്പോൾ കൂട്ടു സഹോദരന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ദേശത്തൊരു കാലത്ത് വലിയ ശക്തമായ ഉണർവുണ്ടായ ഒരു സ്ഥലമാണ്. വളരെ ശരിയാണ്. എന്നാൽ തലമുറകൾ കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ വളരെയധികം ശുഷ്കിച്ചു, തണുത്തുപോയി എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഒരു അനുഭവത്തിലാണ് ഇവിടെ ഈ 7-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. ദൈവം അത് വീണ്ടും പുനരുദ്ധരിക്കാനായി തുടങ്ങുന്നത് നാം കാണുന്നു. എങ്ങനെയാണിത് ആരംഭിക്കുന്നത്? ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കുന്നു. ഗോഡ് റൈസസ് എ ലീഡർ. അപ്പോൾ ദൈവം നേതൃത്വത്തെ എഴുന്നേൽപ്പിക്കുമ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, നല്ല നേതൃത്വമാണ് ദേശത്തെ അനുഗ്രഹിക്കുകയോ ഒരുപക്ഷെ ഒരു പുത്തൻ അനുഭവത്തിലേക്ക് നടത്തുവാനോ ഇടയാക്കും. നേതൃത്വത്തിന് അനുഗ്രഹിക്കാനും നേതൃത്വത്തിന് നശിപ്പിക്കാനും കഴിയും. ഒന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നേതൃത്വത്തിന് സമൂഹത്തെ ഒരു വർധനവിലേക്ക് നടത്താനോ നേതൃത്വത്തിന് ഒരു സമൂഹത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകാനോ കഴിയും. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇത് ശ്രദ്ധിച്ചോണം. ഞാനും നിങ്ങളും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക്, അതായത് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന സ്വാധീനം കൊണ്ട് വളർത്തേണ്ടതിന് പകരം തളർത്തുവാനിടയാകരുത്. വി മസ്റ്റ് ബ്രിങ് റിവൈവൽ. നമ്മളെ ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ഉണ്ടാക്കാനിടയാണ്. നമുക്ക് ഈ നേതാവിലേക്കൊന്ന് നോക്കാം. അദ്ദേഹത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചാണ്. ഈസ് ലീനിയേജ്. 7-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം മുതൽ 5-ാമത്തെ വാക്യം വരെ അദ്ദേഹത്തിൻ്റെ ആ വംശാവലിയാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം അദ്ദേഹം ഇന്നയാളിൻ്റെ മകൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അഹരോൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാണ്. അപ്പോൾ എസ്രായുടെ ആ വംശാവലി പരിശോധിച്ച് നോക്കുമ്പോൾ അഹരോനിലാണ് അവസാനിക്കുന്നത്. അദ്ദേഹം വലിയ ഭാഗ്യവാനായ ഒരു മനുഷ്യനാണ്. വലിയ ഒരു ദൈവദാസൻ്റെ ആ തലമുറയിൽ അദ്ദേഹത്തിന് വന്നു ചേരാനിടയായി. ഒരു വിധത്തിൽ അത് നമുക്ക് നൽകുന്ന ഒരു ദൂതുണ്ട്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതം നല്ല തലമുറയെ വാർത്തെടുക്കാനായി ദൈവം ഇടയാക്കും. ഗോഡ് വിൽ ഹെൽപ്പ് ദം ടു റേസ് ബ്ലെസ്സഡ് ചിൽഡ്രൻ. എന്നാൽ ഓർക്കണേ, അതിനകത്ത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പിതാക്കന്മാരുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്നാൽ നമ്മുടെ തലമുറ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുന്നതാണ് ഏറെ നല്ലത്. ഇറ്റ് ഈസ് ഗുഡ് ടു തിങ്ക് അബൌട്ട് അവർ ആൻസിസ്ട്രി. നമ്മുടെ പുറകോട്ട് നോക്കി എല്ലാ പൈതൃകം നല്ലതാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കണം, എൻ്റെ മക്കൾ, എൻ്റെ കൊച്ചുമക്കൾ, എൻ്റെ തലമുറ. ഇറ്റ്സ് ഗുഡ് ടു തിങ്ക് അബൌട്ട് അവർ ജനറേഷൻ. അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറെ പ്രാധാന്യം. ഒരു വിധത്തിലൊന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ പിതാക്കന്മാരാരായിരിക്കണമെന്ന് എനിക്ക് ഒരു പക്ഷേ ഒരു രീതിയിലും എനിക്കതിനെ നിയന്ത്രിക്കാൻ ഒക്കത്തില്ല. ഒക്കുമോ? എന്നാൽ എൻ്റെ തലമുറ എങ്ങനെയായിരിക്കണമെന്നുള്ളതിൽ എനിക്ക് വലിയൊരു പങ്കുണ്ട്. അതെല്ലാം എൻ്റെ പ്രവർത്തനം കൊണ്ട് നടത്തി തീർക്കും, എല്ലാം ഭംഗിയാകുമെന്ന് ഞാൻ വാക്ക് പറയുന്നില്ല. ബട്ട് വി ഹാവ് ആൻ ഇൻഫ്ലുവൻസ് ഓൺ ദ ജനറേഷൻ. പല ആത്മീക സമൂഹത്തിലും ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ പിതാക്കന്മാരെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള വലിയ പ്രശംസ. അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തലമുറ എങ്ങനെയായിരിക്കും. ഗോഡ് ബ്ലെസ്സസ് എ ജനറേഷൻ ഓഫ് ദ ഗോഡ്ലി. രണ്ടാമത് നമുക്ക് അദ്ദേഹത്തെ നല്ല അനുഗ്രഹിക്കപ്പെട്ട പാരമ്പര്യം ഉണ്ട്. അതിനായി ദൈവത്തിന് സ്തോത്രം. 2, അദ്ദേഹം ആരായിരുന്നു? 7-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ വിദഗ്ധ ശാസ്ത്രിയായ എസ്രാ പുരോഹിതൻ. ഹി വാസ് എ പ്രീസ്റ്റ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓക്യുപ്പേഷൻ. ഔദ്യോഗിക രംഗം. അദ്ദേഹം ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഒരു പുരോഹിതൻ മാത്രമായിരുന്നില്ല, വിദഗ്ധനായ ശാസ്ത്രി. സ്ക്രൈബ് എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്ക്രൈബ് എന്ന് പറയുമ്പോൾ ഒരു ഈ സംഭവങ്ങൾ, ചരിത്രത്തെയൊക്കെ നന്നായി
രേഖപ്പെടുത്താനും എഴുതാനും കഴിയുന്ന ഒരു മനുഷ്യൻ. അതാണ് സ്ക്രൈബ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അദ്ദേഹം ഒരു വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. അതിന് പ്രത്യേക തെളിവൊന്നും ആവശ്യമില്ല. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ ഞാനും നിങ്ങളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇദ്ദേഹം വിദഗ്ധനായ ഒരു ശാസ്ത്രിയായിരുന്നു. എത്ര ഭംഗിയായി ഒന്നാമത്തെ നവോത്ഥാനത്തെക്കുറിച്ച് അദ്ദേഹം അതിൻ്റെ വിവിധ വശങ്ങൾ വർണ്ണിച്ച് ഭംഗിയായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം വിദഗ്ധനായ ഒരു ശാസ്ത്രി തന്നെയായിരുന്നു. അടുത്തതായി നോക്കിക്കാട്ടെ, അദ്ദേഹത്തിന് നല്ല പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ പദവി, നല്ല ശ്രേഷ്ഠമായ പുരോഹിതനും ഒരു നല്ല ശാസ്ത്രിയും സ്ക്രൈബും എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് തൻ്റെ ജനത്തോടുള്ള താല്പര്യം, സീൽ ഫോർ ഹിസ് പീപ്പിൾ, ഒരു നല്ല നേതാവിൻ്റെ ലക്ഷണമാണിത്. തൻ്റെ ജനത്തോടുള്ള ആ താല്പര്യം, അത് വളരെ അതീവ താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കിക്കാട്ടെ, അതിൻ്റെ കാരണം ആ ജനത്തിന് വേണ്ടി രാജാവിനോട് അപേക്ഷിക്കാൻ, അക്കാലത്തൊക്കെ കയറി രാജാവിനോട് കാര്യങ്ങൾ ചോദിക്കുന്ന അത്ര എളുപ്പമായ കാര്യമല്ല. അവൻ അപേക്ഷിച്ചതൊക്കെയും രാജാവ് നൽകിയെന്ന 7-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ വളരെ താല്പര്യമുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഈ എസ്രായുടെ നേതൃത്വത്തിൽ ആളുകൾ മടങ്ങി വന്നപ്പോൾ 8-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ യാത്ര തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് അവരൊന്ന് പരിശോധിച്ചു. അതായത് 2-ാമത്തെ കൂട്ടരെ മടങ്ങി യെരുശലേമിൽ വരികയാണ്. അവർ 3 ദിവസം പാളയം അടിച്ചു. അതായത് അഹോവയ്ക്ക് ഒഴുകുന്ന ആറ്റിനരികെ അവർ പാളയം അടിച്ചു. ഈ പാളയം അടിച്ച് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഏകദേശം 12,000 പേരേ ഉള്ളൂ ഇപ്രാവശ്യം. ആരൊക്കെ ഈ കൂട്ടത്തിലുണ്ടെന്ന് അവർ പരിശോധിച്ചപ്പോൾ കണ്ട ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലേവ്യരിൽ ആരെയും അവിടെ കണ്ടില്ലെന്ന്. ലേവ്യരിൽ ആരെയും കണ്ടില്ല. അപ്പോൾ ഈ സമൂഹത്തിൽ ചില അധികം പേരും മടങ്ങി വരാൻ താല്പര്യപ്പെട്ടില്ല. എന്താണ് അതിൻ്റെ പ്രത്യേകത? അനേകർക്കും താല്പര്യമില്ലാത്തപ്പോൾ താല്പര്യപ്പെട്ട് ജനത്തിന് വേണ്ടി മടങ്ങി വന്നൊരു മനുഷ്യനാണ് എസ്ര. എസ്രായെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ബാബിലോണിൽ യഹൂദ ജനത്തിനു വേണ്ടി ഒരു നേതാവായി പ്രവർത്തിച്ചൊരു മനുഷ്യനും കൂടാണെന്ന്. രാജാവിൻ്റെ അനുവാദത്തോടെ ഒരു വിധത്തിൽ ഒരു ഗവർണറെ പോലെ. എന്തിനു വേണ്ടി? തൻ്റെ ജനത്തിൻ്റെ ഭരണത്തിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ആ ഒരു തസ്തിക അലങ്കരിച്ചൊരു മനുഷ്യനാണ്. ഇത്രയും കംഫർട്ടബിളായിട്ട് അന്നറിയപ്പെടുന്ന വലിയ രാജ്യത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് മടങ്ങി യെരുശലേമിലേക്ക് വരിക എന്ന് പറയുന്നത് റിസ്കി. അങ്ങനെ ഒരു നഷ്ടം ജീവിതത്തിൽ അനുഭവിക്കണോ? അറിയാത്ത ഒരു സ്ഥലത്തേക്ക് പോകണോ? ലേവ്യരിൽ പലരും ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആരും ഇറങ്ങിത്തിരിക്കാത്തപ്പോൾ നഷ്ടം സഹിച്ചിറങ്ങിത്തിരിച്ച മനുഷ്യനാണ് എസ്ര. ഇന്ന് ഒരു വിധത്തിൽ പ്രസക്തമല്ലേ? ദൈവരാജ്യ പ്രവർത്തനത്തിന് വേണ്ടി മനസ്സോടെ ഇറങ്ങാൻ താല്പര്യമില്ലാതെ അനേകർ ഇരിക്കുമ്പോൾ, ദൈവരാജ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ അനേകർക്കും താല്പര്യമില്ലാതിരിക്കുമ്പോൾ, അതിനകത്ത് പങ്കാളികളാകാൻ തീരുമാനിക്കുന്നത് വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. അങ്ങനെ പങ്കാളിയാകുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? സ്വന്തം ജനത്തെക്കുറിച്ചുള്ള ഹൃദയവേദന. സമൂഹത്തെക്കുറിച്ച് ഹൃദയത്തിനകത്ത് ഭാരമുണ്ടെങ്കിൽ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യാൻ കഴിയുന്നുണ്ടൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത മനുഷ്യനാണ് എസ്ര. ഇനിയും എസ്രായുടെ ഭക്തി നമുക്കൊന്ന് നോക്കാം. എസ്രായുടെ പാരമ്പര്യം, എസ്രായുടെ പൊസിഷൻ,
എസ്രായുടെ തീഷ്ണത, ഇതെല്ലാം നാം മനസ്സിലാക്കി. ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവഭക്തി ശരിയായാലേ നേതൃത്വത്തിൽ പ്രയോജനപ്പെടത്തുള്ളൂ. ഈസ് പയറ്റി, ദൈവഭക്തി നന്നായിരിക്കണം. നോക്കിക്കാട്ടെ അദ്ദേഹത്തിൻ്റെ ദൈവഭക്തി. 10ാമത്തെ വാക്യം, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരാഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം പരിശോധിക്കാനുള്ളൊരു താല്പര്യം. ഇംഗ്ലീഷ് ഭാഷ അല്പം കൂടെ മനോഹരമാണ്, സെർച്ച് ദ സ്ക്രിപ്റ്റേഴ്സ്. ഏതായാലും യെരുശലേമിൽ പാർത്തപ്പോൾ ഉണ്ടായിരുന്നത് പോലെ ന്യായപ്രമാണത്തിൻ്റെ ചുരുളുകൾ സുലഭമായി ബാബിലോണിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വന്തം ദേശത്ത് യഹൂദ പാരമ്പര്യത്തിൽ ജീവിക്കുമ്പോൾ ധാരാളം ചുരുളുകൾ ഉണ്ടായിരിക്കാം. ബാബേലിൽ പ്രവാസികളായി പാർക്കുമ്പോൾ, ആ കൾച്ചറിൽ പാർക്കുമ്പോൾ അവർക്ക് ഈ സുലഭമായി കിട്ടാൻ സാധ്യത. എങ്കിലും അത് തിരഞ്ഞു, അത് കണ്ടെത്തി, അത് വായിച്ചു. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കാൻ താല്പര്യപ്പെട്ട ഒരു നേതാവ്. അപ്പോൾ നേതൃത്വം ഏത് നിലയിലായാലും ഓർത്തോണേ, ഒരുപക്ഷേ സമൂഹത്തിൻ്റെ ആയിരിക്കാം, ഒരുപക്ഷേ സംഘടനയുടെ ആയിരിക്കാം. ഓർക്കണം, നമ്മുടെ ഭവനത്തിൻ്റെ, നമ്മളായിരിക്കുന്ന കൊച്ചു സർക്കിളിൻ്റെ നേതൃത്വം നമുക്കില്ലയോ? ആ നേതൃത്വം വളരെ ഇഫക്റ്റീവ് ആകണമെങ്കിൽ ദൈവവചനത്തെ തിരയുവാനുള്ള ഒരു താല്പര്യം നമ്മെ ഭരിക്കണം. ഡിസയർ ടു സെർച്ച് ആൻഡ് ഫൈൻഡ് ദ സ്ക്രിപ്റ്റേഴ്സ്. എസ്രായുടെ താല്പര്യം ബാബേലിൽ. ഈ ബാബേലിൽ എന്തെല്ലാം ചെയ്യാനുണ്ടെന്നറിയാമോ? എന്തെല്ലാം സാംസ്കാരികമായി ഏർപ്പെടാൻ എന്തെല്ലാം പരിപാടികളുണ്ട്. അതല്ലേ ഇന്നത്തെ കുഴപ്പം. എന്തെല്ലാം പരിപാടികളുണ്ട്. ദൈവവചനം പരിശോധിക്കാനും അതിൽ സന്തോഷിക്കാനും ഒക്കെ സമയം കുറവാണ്. കാരണം എന്നാണെന്നറിയാമോ? മറ്റ് ധാരാളം ആവന്യൂസ് നമുക്കുണ്ടല്ലോ. എന്നാൽ എസ്ര പരിശോധിക്കാനായി ഒരുമ്പെട്ടു. 2, എന്തുകൊണ്ടാണ് ഈ ദൈവവചനത്തോട് പ്രേമം? ആ വാക്ക് ഞാനങ്ങ് ഉപയോഗിച്ചോട്ടെ. ആ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്കിയേ, യഹോവയുടെ ന്യായപ്രമാണം. ഈ ന്യായപ്രമാണത്തോടുള്ള പ്രേമമല്ല, യഹോവയുടെ ന്യായപ്രമാണം. ഈ ദൈവത്തിൻ്റെ വചനമാണെന്ന് അങ്ങോട്ട് മനസ്സിലാക്കുമ്പോഴേ, നമ്മുടെ ഈ എഴുത്തൊക്കെ വരുമ്പോഴേ, ഇപ്പം വളരെ കുറവാണ് കേട്ടോ, എല്ലാം മെയിലും ഇമെയിലും വാട്സാപ്പും ഒക്കെയാണ്. പണ്ട് എഴുത്തൊക്കെ ആരുടെയാന്ന് ചോദിക്കും കേട്ടോ, ആരുടെയാ? ഈ ആരുടെ ആകുന്ന അറിയുമ്പോഴേ ഉള്ളൂ പിള്ളേരുടെ തട്ടിപ്പറിക്കുന്നു, അല്ല ഇല്ല. എസ്രാ പുരോഹിതന് ഇതിനോടുള്ള അതീവ താല്പര്യം എന്താണെന്നറിയാമോ? ഇത് എൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ്. വലിയ സന്തോഷമല്ലേ? ആരോ ഒരാൾ പറഞ്ഞ് ഈ പുസ്തകം വായിച്ചേച്ച് ഇതിനെയൊക്കെ ഒരുപാട് വിമർശിച്ച് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം ഇങ്ങനെ ഒരു നേരം പോക്ക് പോലെ പറഞ്ഞ, അതെന്തിനാ ഈ വല്ലവർക്കും എഴുതിയ ഈ ലവ് ലെറ്റർ നീ വായിക്കുന്നേ? വെച്ചാൽ ദൈവമൊക്കെ എഴുതിയ ലവ് ലെറ്റർ പോലെ അല്ലയോ ദൈവത്തിൻ്റെ വാചനം, ഇല്ലയോ? പ്രേമലേഖനം ഇല്ലയോ? ദൈവമൊക്കെ അത് പ്രേമലേഖനമാണ്. അതുകൊണ്ടാണ് അവരത് വായിക്കുന്നത്. ഇറ്റ്സ് ഗോഡ്സ് ലവ് ലെറ്റർ ഫോർ അസ്. എസ്രാ പറഞ്ഞു, ഇതേ എൻ്റെ ദൈവത്തിൻ്റെതാ, അവൻ എന്നോട് പറയാനുള്ളതാ ഇതിനകത്ത്, എനിക്ക് കേൾക്കണം. ഈ സെർച്ച്ഡ് ദ സ്ക്രിപ്റ്റേഴ്സ്. അപ്പോൾ നല്ല നേതൃത്വത്തിലേക്ക് വരണമെങ്കിൽ ഇതുണ്ടാകണേ. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇത് വായിച്ചത് ഒരു നല്ല സമൂഹത്തിന് ഇതിലുള്ള താല്പര്യം പോയി കഴിഞ്ഞപ്പോഴാണ്. 137-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ 1ഉം 2ഉം വായിക്കും. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളങ്ങ് ഇരുന്നു. പ്രവാസികളുടെ ചരിത്രമാണ് കേട്ടോ. സിയോനെ ഓർത്തപ്പോൾ കരഞ്ഞു. എല്ലാം കഴിഞ്ഞേച്ച് അലരി വൃക്ഷത്തിൽ, അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങൾമേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഒരുമാതിരി വിരോധാഭാസം പോലെ തോന്നുന്നു. അതായത് ഓർത്തു, നല്ല കാര്യമല്ലയോ?
കരഞ്ഞു, അതിലും നല്ല കാര്യമാണ്. ഇതെല്ലാം കഴിഞ്ഞേച്ച് കയ്യിലിരുന്ന കിന്നരം അലരി വൃക്ഷത്തെ തൂക്കി. ഈ അപ്പസ്തോലനായ പൗലോസേ കാരാഗ്രഹത്തിൽ ഇരുന്നപ്പോഴേ അദ്ദേഹത്തിന് ഓർക്കാനുണ്ട്. ഒരുപക്ഷേ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ ഓർത്ത് കരയാനും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷിച്ച സമയത്തെയൊക്കെ ഓർത്ത് കാണും. എങ്കിലും കയ്യിലുള്ള ഈ കിന്നരം അലരി വൃക്ഷത്തെ തൂക്കുമൊന്നുമല്ലായിരുന്നു. ഹൃദയത്തിനകത്ത് നിന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പോൾ ഈ ഒരു നല്ല സമൂഹം കയ്യിലുള്ള കിന്നരം അലരി വൃക്ഷത്തെ തൂക്കി ബാബേൽ നദി തീരത്ത് ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ തിരുവെഴുത്തുകളിൽ സന്തോഷിച്ചു, അതിനെ തെരഞ്ഞു, അത് പഠിച്ചു. ലീഡർഷിപ്പിൻ്റെ വലിയൊരു കാര്യമാണ്. ന്യായപ്രമാണം പരിശോധിച്ചു. 2, ഇങ്ങനെ നാം വായിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും, 10-ാം വാക്യം, അത് അനുസരിച്ച് നടപ്പാനും. ഒബേഡ്. എവിടെയാണ് ആത്മീക നേതൃത്വം നമുക്ക് ലഭിക്കുന്നത്? ലഭിച്ച സത്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള തീക്ഷ്ണമായ ശ്രമം. കർത്താവ് വെളിപ്പെടുത്തി തരുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുമ്പോൾ നേതാവാകാൻ ശ്രമിക്കേണ്ട നേതൃത്വം അറിയാതെ നമ്മുടെ കയ്യിൽ വരും. കാരണം മനുഷ്യർ നമ്മളിലേക്ക് നോക്കും. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ദൈവഭക്തന് അതിൻ്റേതായ ഒരു ശ്രേഷ്ഠതയില്ലേ? വെൻ യു ഒബേ ദ വേർഡ്, തിരുവചനം പറയുന്നു, ഇറ്റ് മേക്സ് യു ഗ്രേറ്റ്, നിന്നെ വലിയവനാക്കുന്നല്ലേ. അപ്പോൾ ദൈവവചനത്തെ തിരയുക മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചു. പണ്ടങ്കാണ്ട് അനുസരിച്ചതല്ല, ഇറങ്ങിത്തിരിച്ചപ്പോൾ അനുസരിച്ചതല്ല. ഇപ്പോൾ കേട്ടത്, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ കേട്ടത്, ഈ ദിവസങ്ങളിൽ തമ്പുരാൻ സംസാരിക്കുന്നത് അനുസരിച്ച് നടക്കും. ഇതുപോലെ അനുഗ്രഹിക്കപ്പെടുന്ന വേറൊരു കാര്യമില്ല. വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട. തമ്പുരാൻ ഉള്ളിൽ മന്ത്രിക്കുന്നത് അനുസരിക്കാൻ അങ്ങ് താല്പര്യപ്പെട്ടാൽ മതി. അത്രയും ചെയ്യാമെങ്കിൽ വളരെ അനുഗ്രഹമാവും. കണ്ടിന്യൂ ടു ഒബേ ദ സ്മോൾ വോയിസസ് ഓഫ് ദ ലോർഡ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ വചനം അദ്ദേഹം അനുസരിച്ചു, പരിശോധിച്ചു, അത് അനുസരിച്ചു. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 3, ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും, ഇസ്രയേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും. ചിലരിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുക, കിട്ടിക്കൊണ്ടിരിക്കുക, അങ്ങ് ധാരാളം പ്രാപിച്ചുകൊണ്ടിരിക്കുക, കൊടുക്കുകയില്ല. ദൈവം എന്തെങ്കിലും തന്നാൽ കൊടുത്തോണ്ടിരിക്കണം. കൊടുത്തോണ്ടിരുന്നാൽ കൂടുതൽ ഉൾക്കാഴ്ചകൾ ദൈവം തന്നുകൊണ്ടിരിക്കും. വളരെ ശ്രദ്ധിക്കണം. ഞാൻ എനിക്ക് 2 ഒരാൾ വലിയൊരു നല്ല പ്രസംഗിയാണ്. അദ്ദേഹം ദൈവവചനം പ്രസംഗിക്കുമ്പോഴേ ആരെങ്കിലും നല്ലതുപോലെ അത് മുഴുവൻ കുറിച്ചെടുക്കുന്നതെന്ന് കണ്ടാൽ ഉടനെ അദ്ദേഹം റൂട്ട് മാറി പ്രസംഗിക്കുമായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് കൊണ്ടുപോയി അവൻ പ്രസംഗിക്കണ്ട കേട്ടോ. അങ്ങനൊരു ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതി അങ്ങനെയാണ്. വേറൊരാളെ എനിക്കറിയാമായിരിക്കുന്നു, കയ്യിലിരിക്കുന്ന നോട്ട് ബുക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കുക, എടാ എഴുതിക്കോ കേട്ടോ, എഴുതിക്കോന്ന്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ദൈവദാസനുണ്ടായിരുന്നു, പേരിപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വടക്കേ ഇന്ത്യയിൽ ഒരുപാട് യാത്ര ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യകാലമൊക്കെ അപ്പോൾ ഒരു പ്രസംഗമൊക്കെ പറഞ്ഞ് ഒരുപാട് വലിയ പ്രയാസമാണ്. ഇപ്പോഴും അങ്ങനെ, എങ്കിലും അന്ന് വേറെ പ്രയാസമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ അച്ഛാ എങ്ങനെ ഈ പുതിയ പ്രസംഗം? അദ്ദേഹം പറഞ്ഞു, കിട്ടുന്നതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കൂടുതൽ തന്നുകൊണ്ടിരിക്കും. കിട്ടുന്നതൊക്കെ അനുസരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം കലവറ കൂടാതെ തന്നുകൊണ്ടിരിക്കും. കണ്ടിന്യൂ ടു ഗിവ്.
ഒക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ദൈവം അത് പ്രസംഗിക്കാനുള്ള വേദിയൊന്നും ആവശ്യമില്ല. ദൈവവചനം നമുക്ക് പങ്കിടാൻ, ലഭിച്ച സത്യങ്ങളെ മറ്റുള്ളവരുമായി പങ്കിടാൻ. എന്തിനാ പങ്കിട്ടതെന്ന് നോക്കാട്ടെ. ഇസ്രയേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും. കാരണം അദ്ദേഹത്തിനറിയാം, നീ ലഭിക്കുന്നത് കൊടുക്കണം, അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. അദ്ദേഹം എന്തിനാണ് ഇത് ഉപദേശിച്ചത് കേട്ടോ, അതെന്നെ വളരെ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ഇത് കിട്ടിയത് ആരോടെങ്കിലും പറയണമല്ലോ, അങ്ങനെ പ്രസംഗിക്കാൻ താല്പര്യം ഉണ്ടാകുമല്ലോ, അത് ന്യായമാണ് കേട്ടോ. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ഒരവസരം കിട്ടിയാൽ ഇത് ഒന്ന് പറയണം കേട്ടോ, അത് നല്ലൊരു കാര്യമാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചൊരു കാര്യമുണ്ട്. നോക്കിക്കാട്ടെ, നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൻ്റെ 2 മുതൽ 18 വരെ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. അദ്ദേഹം പ്രസംഗിക്കാനുള്ള കാരണം ഇസ്രയേലിൻ്റെ കുറ്റത്തെ വർദ്ധിപ്പിക്കേണ്ടതിന് ഇസ്രയേൽ ജനം അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് പാപമേറ്റു പറയുകയും അവൻ്റെ ഇഷ്ടമനുസരിച്ച് ദേശനിവാസികളോടും അന്യജാതിക്കാരികളോടും വേർപെടുകയും ചെയ്യണം. അദ്ദേഹം പ്രസംഗിച്ചതിൻ്റെ ഉദ്ദേശം ജനം ശുദ്ധീകരിക്കപ്പെടണം. കിട്ടിയത് അവതരിപ്പിക്കണമെന്നുള്ളൊരു താല്പര്യമല്ല, കിട്ടിയത് പറയുന്നതിൻ്റെ കാരണം. അവർക്കിത് ലഭിക്കുമ്പോൾ അവർക്കൊരു ശുദ്ധീകരണം ഉണ്ടാകണം. അപ്പോൾ ഈ ദൈവവചന ശുശ്രൂഷ ചെയ്യുന്നവരോട് ഇതിനകത്തുനിന്നൊരു ചെറിയ ഉപദേശം. ജനത്തെ സന്തോഷിപ്പിക്കാനായി ദൈവവചനം വേണമെങ്കിൽ നമുക്ക് പ്രസംഗിക്കാം. എന്നാൽ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ അന്തരംഗത്തിലുള്ള ആശ, ഞാൻ പറയുന്ന ദൈവവചനം കേൾക്കുന്ന ദൈവജനത്തിൻ്റെ ഉള്ളിൽ ഒരു വേർപാടും ഒരു വിശുദ്ധിയും ദൈവത്തോട് ഒരു പടി അടുക്കുന്ന അനുഭവവും ഉണ്ടാകണം. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയായിരിക്കും. എസ്രാ പുരോഹിതൻ ഇതായിരുന്നു താല്പര്യം. അപ്പോൾ അദ്ദേഹം ഈ സെർച്ച് ദ സ്ക്രിപ്റ്റേഴ്സ്, ദൈവവചനം പരിശോധിച്ചു. 2, അതനുസരിച്ചു. 3, അത് മറ്റുള്ളവരോട് പറഞ്ഞു. നല്ല നേതൃത്വം. ഇനി നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, വലിയ ധൈര്യം. ഇക്കാലത്ത് ഏറെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. വെരി ഗ്രേറ്റ് കോൺഫിഡൻസ്, നല്ല ഉറപ്പാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ വിദഗ്ധമായ ശാസ്ത്രിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നോക്കിക്കാട്ടെ, 7-ാമത്തെ അധ്യായത്തിൻ്റെ രാജാവിനോട് പോയി ചോദിക്കാനുള്ള ധൈര്യം, കോൺഫിഡൻസ് ടു ആസ്ക്. കാരണം ദൈവത്തിലുള്ള ആശ്രയമാണ്. ഈ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഗ്രഹമായത്. യു ഗെറ്റ് കോൺഫിഡൻസ്. ദൈവവചനം ധാരാളം പഠിച്ചത് കൊണ്ട് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഈ ശ്രദ്ധേയമായൊരു വാക്യം 8-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതൽ 23-ാം വാക്യം വരെ കേട്ടോ നമുക്ക് കാണാൻ കഴിയും. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞതുകൊണ്ട് വഴിയിൽ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ലജ്ജിച്ചിരുന്നു. ആ വാക്യം ശ്രദ്ധിച്ചോ? വഴിയാത്രയിൽ ആപത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ന്യായമായും രാജാവിൻ്റെ അനുവാദം ഉള്ളതുകൊണ്ട് കുതിരച്ചേവകരെയും പടയാളികളെയും ചോദിക്കാൻ മടിച്ചു. കാരണം എന്നാണെന്നറിയാം, ഇതിനു മുമ്പ് ഒരു പ്രസംഗം ചെയ്തു രാജാവിനോട്. ദൈവത്തിൻ്റെ കൈ തന്നെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമാണെന്നും ഞാൻ രാജാവിനോട് ഇത് പ്രസംഗിച്ചേച്ച് രാജാവിനോട് ചെന്ന് പറയുക, പോകുന്ന വഴിയിൽ ഞങ്ങളെ കാക്കേണ്ടതിന് പടയാളികളെ കൂടെ തരണമെന്ന് പറഞ്ഞാൽ മുമ്പേ പ്രസംഗിച്ച പ്രസംഗം നള്ളിഫൈ ചെയ്യും, ഇല്ലാതാക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് രാജാവിനോട് ചോദിക്കാൻ ഞാൻ ലജ്ജിച്ചു. അപ്പോൾ നോക്കിക്കോണേ, തൻ്റെ ഹൃദയത്തിൻ്റെ ഉറപ്പാണ് പറയാൻ പോകുന്നത്.
നേതൃത്വം കൊടുത്ത് യാത്ര തിരിക്കുന്നതിനും അകത്തൊരു ഉറപ്പ്, തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും എൻ്റെ ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരിക്കും. ഒരു നേതാവിന് ഈ ഒരു ധൈര്യം വേണ്ടേ? അപ്പോൾ നേതൃത്വത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിൽ ആശ്രയിക്കരുത്. ഇസ്രയേൽ ജനത്തിനുണ്ടായ ഒരു തോൽവി ഈ സഹായിപ്പാൻ കഴിയാത്ത മിസ്രൈമിലൊക്കെ പോയി അവർ സന്ധി ചെയ്ത് ആശ്രയിച്ചിട്ടുണ്ട്. അത് അവർക്കെല്ലാം വിനയായി തീർന്നിട്ടുണ്ട്. എ മാൻ ഹു ഈസ് കോൺഫിഡൻറ്റ് ഇൻ ഗോഡ്, ദൈവവചനത്തെ പരിശോധിച്ച് അതിനെ അനുസരിച്ച് അത് മറ്റുള്ളവരോട് പങ്കിട്ട് ദൈവത്തിൽ ഉറച്ച്, ദൈവവചനത്താൽ ഉറച്ച് മനുഷ്യൻ. ഇനി നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ വിജയം. 8-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ ഈ മൂന്നാമത്തെ അധ്യായത്തിൽ ആരാധിക്കുന്നത് പോലെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അവസാനിക്കുന്നത് കാണാം. ഈ യാത്ര ചെയ്ത ജനം കെയിം ബാക്ക്, അവർ വീണ്ടും ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ യാത്ര സഫലമായി. എസ്രാ പുരോഹിതൻ്റെ, എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വം ഫലകരമായി. ഈ ജീവിതത്തിൽ വിജയിച്ചവരെയൊക്കെ ചിലപ്പോഴൊക്കെ ഇൻ്റർവ്യൂ ചെയ്യും കേട്ടോ. ചോദിക്കും ഈ വിജയത്തിൻ്റെ രഹസ്യം എന്തോ. അപ്പോൾ പിള്ളേരൊക്കെ ആണെന്ന് പറയാം, ഞാനങ്ങനെ ശിക്ഷണത്തോടെ അതാ ദിവസം പഠിപ്പിക്കുന്നത് അന്നത്തെ ദിവസം ഞാൻ പഠിച്ചു. വലിയ ശിക്ഷണം, ഫോക്കസാണ്. മറ്റു കാര്യങ്ങൾ മറ്റു രീതിയിലൊക്കെ വിജയിച്ചവരാണെങ്കിൽ പറയും എൻ്റെ കഠിനാധ്വാനം, ഇതെല്ലാം പറയും. ഇദ്ദേഹത്തെ നമുക്കൊന്ന് വിളിച്ച് ചോദിക്കാം. എസ്രാ പുരോഹിതനെ വിളിച്ച് ചോദിച്ചു, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്? നീ എന്താ ജയിച്ചത്? അദ്ദേഹത്തിന് ഒന്നേ പറയാനുള്ളൂ. നോക്കിക്കാട്ടെ, അവൻ്റെ ദൈവമായ യഹോവയുടെ കൈ, 6-ാം വാക്യം, അവനെ അനുകൂലമായിരുന്നു. ദൈവമക്കളായ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എവിടെയൊക്കെ ജയം തന്നിട്ടുണ്ടോ അതിനൊക്കെ നമുക്ക് അടിസ്ഥാനമായി പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ തമ്പുരാൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നു. അത്രയേ ഉള്ളൂ. ഈ 7-8 അധ്യായത്തിൽ 6 പ്രാവശ്യം യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ആവർത്തിച്ച് പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ മിടുക്കൊന്നും അല്ലേ, ഞങ്ങൾ ചെയ്തതൊന്നും അല്ലേ, എൻ്റെ ദൈവമായ യഹോവയുടെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അനുകൂലമാകുമെന്നുള്ളതിൻ്റെ ഉറപ്പെന്നാണെന്നറിയാമോ? നോക്കിക്കാട്ടെ, 8-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും. ഇടയ്ക്കിടയ്ക്ക് തിരക്കുക എന്നല്ല ഈ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, ഫോക്കസ്ഡായി ദൈവത്തെ അന്വേഷിക്കുന്ന, അവനിലേക്ക് നോക്കുന്ന, അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവർക്ക് ദൈവത്തിൻ്റെ കൈ അനുകൂലമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ വിവിധമായിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ച് കേട്ടല്ലോ. ദൈവത്തിൻ്റെ മക്കളെ, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ്റെ കൈ അനുകൂലമാണ്. God's hand is favorable to you and me. അവിടെയാണ് നമ്മുടെ ഉറപ്പ്. ഈ അന്വേഷിക്കുന്നു അദ്ദേഹത്തിന് ദൈവവചനത്തോടുള്ള പ്രതിബദ്ധത നമ്മൾ കേട്ടല്ലേ. ഒരു ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ നിനക്ക് പുറത്ത് അനുകൂലമാണ്. When God's hand, God's word is filling your heart, when God's word is filling your heart, God's hand is favorably upon you. ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നിനക്ക് പുറത്ത് അനുകൂലമായി നിൽപ്പുണ്ട്. അതുകൊണ്ട് എന്താ നമ്മുടെ പദ്ധതി? ദൈവവചനം അന്വേഷിച്ച്, അനുസരിച്ച്, പങ്കിട്ട് മുന്നോട്ട് പോയാൽ തമ്പുരാൻ്റെ കരം നമുക്ക് അനുകൂലമാണ്. നോക്കിക്കാട്ടെ, 6 പ്രാവശ്യം ഈ വേദഭാഗങ്ങളിൽ
ദൈവത്തിൻ്റെ കൈ അനുകൂലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടൊക്കെയാണെന്ന് നോക്കിക്കാട്ടെ. 7-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അവൻ്റെ ദൈവമായ യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കയാൽ രാജാവ് അവൻ്റെ അപേക്ഷയൊക്കെ അവന് നൽകി. വേണ്ടെന്നൊക്കെ കൊടുത്തെന്ന്. തമ്പുരാൻ്റെ കൈ അനുകൂലമായാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അനുകൂലമായ കൈ നമുക്ക് നൽകും. സഹായിപ്പാൻ കഴിയാത്ത കരങ്ങളല്ല ദൈവത്തിൻ്റേത്. ദൈവത്തിൻ്റെ കരം അനുകൂലമായാൽ അനുകൂല കരത്തിൻ്റെ ഉള്ളിൽ വഴിയാത്രയ്ക്ക് വേണ്ടിയതെല്ലാം കരുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടത്തിൽ വലിയൊരു വെല്ലുവിളി അല്ലയോ നമുക്ക്? എവിടെ ദൈവമേ, എങ്ങനെ ദൈവമേ? ഇത്രയും നാൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാരങ്ങളും ആശങ്കകളുമാണ് അല്ലേ? അവൻ്റെ കൈ നമുക്ക് അനുകൂലമാണെങ്കിൽ അത് കരുതുന്ന കരമായി നമ്മുടെ ചുറ്റും എന്നുമുണ്ട്. പ്രൊവൈഡിങ് ഹാൻഡ്സ്. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കെരീതോട്ടിലിരിക്കുന്ന ഏലിയാവിനെയും വിളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. നമ്മളതൊക്കെ ഉപയോഗിച്ചാണ് കരുതുന്ന കർത്താവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏടുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മുഖവരയായി പറഞ്ഞ വാക്കുകളിൽ ദൈവദാസൻ പറഞ്ഞു, കഴിഞ്ഞ 30 വർഷമൊന്നില്ലേ? ചിലർക്ക് അവരുടെ ജീവിതത്തിൽ 50 വർഷം. പുറകോട്ട് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം. ഒരു ദൈവദാസനിയുടെ എൻ്റെ ഭവനത്തിൽ വന്നു ഈ 2 ദിവസത്തിന് മുമ്പ്. അദ്ദേഹം തൻ്റെ സാക്ഷ്യം എന്നോട് പറഞ്ഞിട്ട്, എന്നൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉടമയായിട്ട് അദ്ദേഹം ജീവിക്കുക. അദ്ദേഹം പറഞ്ഞു, ഒരു കമ്പനിയിൽ സ്റ്റെനോഗ്രാഫറായി കയറിയതാണ്. പരമാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന പിതാക്കന്മാരുടെ ഒരു തലമുറയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം തന്നെ കർത്താവിനെ സ്നേഹിക്കുന്നൊരു ദൈവവേദന. ദൈവം ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് ഈ സമൃദ്ധി തരുമെന്നുള്ള ഞാൻ പറഞ്ഞതിൻ്റെ രഹസ്യം, ഈ മരുഭൂയാത്രയിൽ അനുകൂലമായ അവൻ്റെ കരം നമ്മുടെ പിന്നിലുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം ആ കരത്തിൻ്റെ ആ കരത്തിലുണ്ട്. ഹി ഹാസ് ഇറ്റ്. 2 7-ാം അധ്യായം 9-ാമത്തെ വാക്യം. 1-ാം മാസം 1-ാം തീയതി അവൻ ബാബേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. തൻ്റെ ദൈവത്തിൻ്റെ കൈ തനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് അവൻ 5-ാം മാസം 1-ാം തീയതി യെരുശലേമിലെത്തി. അനുകൂലമായ കൈ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് 1-ാം മാസം 1-ാം തീയതി തിരിച്ച യാത്ര 5-ാം മാസം 1-ാം തീയതി പൂർത്തിയാക്കി. അനുകൂലമായ കൈ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമ്മുടെ യാത്രയ്ക്ക് വേണ്ടുന്ന കരുതലെല്ലാം അവിടെ ഉണ്ട്. യാത്ര സഫലമാകും. അദ്ദേഹം പറയുമായിരിക്കും തൻ്റെ യാത്രയെക്കുറിച്ച്, സഫലം ഈ യാത്ര, സഫലം ഈ യാത്ര. എന്തുകൊണ്ടാണെന്നറിയാമോ? തമ്പുരാൻ്റെ കൈ അവന് അനുകൂലമായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ ജേർണി മേഴ്സീസ് കേട്ടോ. നമ്മൾ മറ്റുള്ളവർ യാത്ര പോകുമ്പോൾ പറയും ജേർണി മേഴ്സീസ് കേട്ടോ. ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമായിരിക്കട്ടെ എന്നൊന്ന് പറഞ്ഞു വിട്ടേച്ചാൽ മതി. അവൻ്റെ വഴിയാത്രയിൽ വേണ്ടുന്ന സകല ജേർണി മേഴ്സീസും അവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാം യാത്രക്കാരാണ്. ഈ വഴിയാത്രയിൽ തമ്പുരാൻ്റെ കരം നമുക്ക് അനുകൂലമായി നിൽക്കേണ്ടത് എത്ര ആവശ്യകരമാകും. 2 3 നമ്മുടെ എല്ലാം ജീവിതയാത്രയിൽ തക്ക സമയത്ത് എത്ര വലിയ നേതാവായാലും, ഈ മോശ എത്ര വലിയ നേതാവായിരുന്നു, പക്ഷേ ഒരു യോശുവയുടെ ആവശ്യമൊക്കെയുണ്ട്.
ഏത് കാലത്തും ഒരു കാലേവിനെ ആവശ്യമുണ്ട്. കർത്താവ് തൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പം 12 പേരെ വിളിച്ചു. അതൊരു പദ്ധതിയാണ്. നമ്മുടെ ജീവിത വഴിയാത്രയിൽ നമ്മോട് ചേർന്ന് നിൽക്കാൻ തക്ക ആളുകൾ ആവശ്യമാണ് ഏത് കാലത്തും. എങ്ങനെ കിട്ടും ഇത്? നോക്കിക്കാട്ടെ, 7-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. ഇങ്ങനെ എൻ്റെ ദൈവമായ യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനാൽ ഞാൻ ധൈര്യപ്പെട്ട് എന്നോടുകൂടെ പോരേണ്ടതിന് ഇസ്രായേലിലെ ചില തലവന്മാരെ കൂട്ടി വരുത്തി. ചില തലവന്മാരെ കിട്ടി. കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ കൈ അവന് അനുകൂലമായിരുന്നു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിത യാത്രയിൽ നമ്മോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് വളരെ ആവശ്യമാണ് കേട്ടോ. മിഷൻസ് ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രിയപ്പെട്ട ജോൺസണൊക്കെ വളരെ ഭംഗിയായിട്ട് അറിയാം, ടോണിക്കും അറിയാം. എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ ആത്മീകമായിട്ടുള്ള ചെറുപ്രായത്തിൽ ആരംഭിച്ചപ്പോൾ ദൈവം തമ്പുരാൻ്റെ വലിയ കരുണയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു MT എബ്രഹാം സാറിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു തലവൻ തന്നെ ആയിരുന്നു കേട്ടോ. ആ വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റില്ല. കാരണം എന്തുകൊണ്ടോ ദൈവത്തിൻ്റെ കൈ ഇതിന് അനുകൂലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കണം, തമ്പുരാനെ നിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കണം. ഒറ്റക്കാര്യം ചെയ്ത അവനെ അന്വേഷിക്കണം, അവൻ്റെ വചനം പരിശോധിക്കണം, കേൾക്കുന്നത് അനുസരിക്കണം, കിട്ടുന്നത് പങ്കിടണം. ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരിക്കും. പ്രൊവൈഡഡ് മെൻ ടു സപ്പോർട്ട് ദ പ്രോജക്റ്റ്. 4, ആലോചനക്കാരാവശ്യമല്ലയോ? നമ്മളൊക്കെ വഴിതെറ്റി പോകുന്നത് ഈ തന്നെ ജീവിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട് കേട്ടോ. ആരുടെ ആലോചന കേൾക്കത്തില്ല. ഈ വഴിതെറ്റാതിരിക്കണമെങ്കിൽ ആലോചന പറയുന്ന ദൈവമക്കളെ നമുക്ക് വേണം. എസ്രാ പുരോഹിതനും വേണം. നോക്കിക്കാട്ടെ, 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനാൽ ഇസ്രയേലിൻ്റെ മകനായ ലേവിയുടെ മകനായ മഹ്ലിയുടെ പുത്രന്മാർ വിവേകമുള്ള ഒരു പുരുഷൻ ശെരബ്യാവ് അവൻ്റെ പുത്രന്മാർ സഹോദരൻ ഇങ്ങനെ 18 പേരെയും. ഈ വിവേകമുള്ളവർ അഡ്വർട്ടൈസ് ചെയ്തുകൊണ്ടല്ല കേട്ടോ. എനിക്ക് കൗൺസിലേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ല. ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരുന്നത് കൊണ്ട് ആലോചനക്കാരെ ദൈവം തക്ക സമയത്ത് കൊടുത്തു. ഇവിടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ അനേകർ സാക്ഷ്യം പറയും, അയ്യോ ആ തക്ക സമയത്ത് എനിക്ക് ആലോചന കിട്ടിയത് കൊണ്ടാണ്, ഇല്ലയോ? ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു തന്നതുകൊണ്ടാണ്. ശരിയല്ലേ? തന്ന ദൈവം തമ്പുരാൻ്റെ കരം ആ സമയത്ത് നമുക്ക് അനുകൂലമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. 5-ാമതായി, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായി ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞു കൊണ്ട് വഴിയിൽ ശത്രുക്കളുടെ നേരെ ഞങ്ങൾക്ക് തുണ ആയിരിക്കേണ്ടതിന്. കണ്ടോ ആ വാക്ക്? ശ്രദ്ധിച്ചോ? ഞങ്ങൾക്കൊരു തുണ. കെയർ വേണമല്ലേ? ഏത് ദൈവമായതിലാ ഒരു കെയർ ഇല്ലാതെ ജീവിക്കാൻ നോക്കുന്നത്? അങ്ങനെ സമർത്ഥന്മാരായ ആരും ഈ ഭൂമിയുടെ പരപ്പിലില്ല. നമുക്കെല്ലാം തക്ക സമയത്തൊരു കെയറിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്, കരുതലിൻ്റെ ആവശ്യം. ചിലപ്പോൾ ഒരു തലോടലാണ്, ചിലപ്പോൾ ഒരു പ്രോത്സാഹനമാണ്, ചേർന്ന് നിൽക്കാൻ. തമ്പുരാൻ്റെ കൈ അനുകൂലമായിരുന്നതുകൊണ്ട് ശത്രുവിൻ്റെ നേരെ ദൈവത്തിൻ്റെ കരം തുണയായിട്ട്. കേട്ടോ, ഗോഡ്സ് കെയർ. എത്ര അനുഭവിച്ചിട്ടുള്ള ദൈവമക്കളാണ്. കർത്താവിൽ പ്രസിദ്ധനായ കൊച്ചുകുഞ്ഞോദേശി പാടി, ആരും സഹായമില്ല എല്ലാവരും പാരിൽ കണ്ടും കാണാതെ ഒക്കെ പോകുമ്പോഴേ
തനിക്ക് അനുകൂലമായിരുന്നൊരു ദൈവം, തക്ക സമയത്ത് സഹായം. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ട്. ഗോഡ്സ് കെയർ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ പാടുമ്പോഴെല്ലാ അനേക ദൈവമക്കൾക്ക് ഇത് ഒരു വിധത്തിൽ നിലയ്ക്കാത്ത നിൽക്കുന്ന ഒരു പാട്ടാണ്. കരുതുന്നവൻ ഞാനല്ലയോ. അതുകൊണ്ട് കലങ്കണ്ടെന്ന്. ദൈവത്തിൻ്റെ കൈ അനുകൂലമായാൽ കരുതുന്നവനായി നമ്മുടെ കൂടെ അവനുണ്ട്. 6 പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ, യെരുശലേമിലേക്ക് പോകുവാൻ ഞങ്ങൾ 1-ാം മാസം 12-ാം തീയതി യഹോവ ആറ്റിങ്കൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിച്ചു. ഒരു സാക്ഷിയോഗത്തിന് വേണ്ടുന്ന വാക്യമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങളെ കാത്തു, ഞങ്ങളെ രക്ഷിച്ചു. എവിടെ നോക്കിയാ? ശത്രുവിൻ്റെ കയ്യിൽ നിന്നും. അതിനേക്കാൾ പ്രയാസമുള്ള 2ാമത്തെ ഗ്രൂപ്പാണ് പതിയിരിക്കുന്നവൻ. ഇതാണ് വലിയ ഡേഞ്ചർ. പതിയിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും, ഒളിയം പെയ്യുന്നവൻ്റെ കയ്യിൽ നിന്നും കാത്ത് രക്ഷിച്ചു. ദൈവത്തിൻ്റെ കരം. എസ്രാ പുരോഹിതൻ പറഞ്ഞു, യാത്ര സഫലമായി കേട്ടോ. കാരണം ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ആത്മീക ജീവിതം നയിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ നമുക്ക് ഉറപ്പ് നൽകുന്നത് ഒന്നേ ഉള്ളൂ. ലോകത്തിൽ നമ്മളിന്ന് കാണുന്നതൊക്കെ ഇളകി അങ്ങ് മാറുക. നീതി ന്യായമൊക്കെ കിട്ടാൻ എവിടെ പോകുമെന്നൊക്കെ ചിന്തിക്കുന്നൊരു കാലഘട്ടം. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തുന്നു. തന്നെ അന്വേഷിക്കുന്നവർക്ക്, തൻ്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് അവൻ്റെ കരം കുറുതാകാത്ത കരമാണ്, ക്ഷയിക്കാത്ത കരമാണ്, മാറിപ്പോകാത്ത കരമാണ്, പിൻവലിക്കാത്ത കരമാണ് കേട്ടോ. താങ്ങുന്ന കരമാണ്, ബലപ്പെടുത്തുന്ന കരമാണ്. അത് നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ നമ്മുടെ വഴിയാത്ര മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നാൽ ഒരു കാര്യം നാം ചെയ്യണം, ദൈവത്തെ അന്വേഷിക്കണം. സീക്ക് തിരുവചനം പരിശോധിക്കണം, തിരുവചനം അനുസരിക്കണം, തിരുവചനം പങ്കിടണം, തിരുവചനത്തിൽ ധൈര്യപ്പെടണം. ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകണം.